രാസലഹരി കേസിൽ യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. നിഹാദിന്റെ സുഹൃത്തുക്കളായ 3 യുവതികൾ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയും കോടതിയുടെ പരിഗണനയിൽ വരും. പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് തൊപ്പിയുടെയും സുഹൃത്തുക്കളുടെയും മുൻകൂർ ജാമ്യാപേക്ഷ. യൂട്യൂബിൽ 6 ലക്ഷത്തിലേറെ സബ്സ്ക്രൈബേഴ്സ് തൊപ്പി എന്ന നിഹാദിനുണ്ട്. ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളിലൂടെ ശ്രദ്ധ നേടിയ തൊപ്പിയുടെ വീഡിയോകളുടെ സ്ഥിരം കാഴ്ചക്കാർ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. വീഡിയോയിൽ മോശം പദപ്രയോഗങ്ങളും സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്നതും ഉൾപ്പെടെ ചേർത്തുള്ള കണ്ടന്റാണ് തൊപ്പിയുടെ വീഡിയോകളിൽ പ്രധാനമായുമുള്ളത്. അതിനാൽ തന്നെ വീഡിയോ കണ്ട് കുട്ടികൾ വഴിതെറ്റുന്നു എന്ന ആരോപണം പരക്കെ ഉയർന്നിരുന്നു. മാത്രമല്ല, തൊപ്പിക്കെതിരെ നിരവധി കേസും നിലവിലുണ്ട്. പൊതുസ്ഥലത്ത് അശ്ലീല പരാമർശങ്ങൾ നടത്തിയതിനും ഗതാഗതം തടസ്സപ്പെടുത്തിയതിനും തൊപ്പിക്കെതിരെ മലപ്പുറത്ത് പോലീസ് കേസെടുത്തിരുന്നു. കഴിഞ്ഞ വർഷമായിരുന്നു സംഭവം. അതിനിടയിലാണ് ലഹരി കേസ് കൂടെ വരുന്നത്. നിഹാദിന്റെ വീട്ടിൽ നിന്നും സുഹൃത്തിന്റെ പക്കൽ നിന്നുമാണ് പോലീസ് ലഹരി വസ്തുക്കൾ പിടികൂടിയത്. തൊപ്പിയുടെ വീട്ടിൽ നിന്ന് പാലാരിവട്ടം പോലീസാണ് രാസലഹരി പിടികൂടിയിരിക്കുന്നത്. ഇതിന് പിന്നാലെ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. നിഹാദിന്റെ 3 സുഹൃത്തുക്കളെ പ്രതിയാക്കി പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. കേസിന് പിന്നാലെ നിഹാദും വനിതാ സുഹൃത്തുക്കളും ഒളിവിലാണ്. മാത്രമല്ല, യൂട്യൂബിൽ എല്ലാം അവസാനിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് തൊപ്പി വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. പണവും പ്രശസ്തിയും ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ലെന്നും തൊപ്പി എന്ന കഥാപാത്രത്തെ ഉപേക്ഷിക്കുകയാണെന്നും തൊപ്പി എന്ന നിഹാദ് വീഡിയോയിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.